നാടും നഗരവും തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും തോരണങ്ങളുമായി എങ്ങും ആഘോഷമാണ്. ഗോകുൽനാഥ് ഉണ്ട് പാളയം സെന്റ് ജോസഫ് ദേവാലയത്തിനൊപ്പം രാഹുൽ കെ വി കോഴിക്കോട്ട് നിന്ന് CSI പള്ളിയിൽ നിന്ന് അർജുൻ സെക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ നിന്ന് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കും. ആദ്യം ഗോകുൽനാഥിലേക്കാണ്. ഗോകുൽ, പാളയം പള്ളി എന്ന് പറയുമ്പോൾ അതൊരു മതമൈത്രിയുടെ കൂടി സിമ്പലായി നമ്മളാകെ എല്ലായിടത്തും ഉയർത്തി കാണിക്കുന്ന പാളയത്തെ 3 ദേവാലയങ്ങൾ. അതിൽ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ എന്നത് ക്രിസ്മസ് രാവിലെ പ്രത്യേകിച്ച് നക്ഷത്രത്തിൻ്റെ കൺചിമ്മി നിൽക്കുന്ന ഒരു രാത്രി കടന്നു പോകാൻ പോകുന്ന രാത്രിയിലേക്ക് അടുക്കണം. എത്രത്തോളം അവിടേക്ക് എത്തുന്നുണ്ട് പ്രാർത്ഥനാ നിർഭരമായി വിശ്വാസികൾ? ഒപ്പം അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ദിവിഷ, ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് പ്രാർത്ഥനകളുമായി വലിയ രീതിയിൽ കത്തീഡ്രലിനകത്തേക്ക് വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും 11:30 ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഏറെക്കുറെ തുടങ്ങുക. അതായത് പാതിരാ കുർബാന ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, അനുബന്ധ ചടങ്ങുകളൊക്കെ 11:30 ഇവിടെ ആരംഭിക്കുക. തിരുക്കർമ്മങ്ങൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ആണ് മുഖ്യ കാർമ്മിത്വം വഹിക്കുക. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ഇവിടേക്ക്. എന്തായാലും ഒരു 11 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ ചടങ്ങുകൾ ഏറെക്കുറെ തുടങ്ങും. 11:30 ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ഏറെക്കുറെ തുടങ്ങുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. വലിയ ആഘോഷ രാവ് തന്നെയാണ് തലസ്ഥാന നഗരത്ത് ഒരുങ്ങിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന ആഘോഷങ്ങൾക്ക് അവസാന വാക്കാണ് ഈ ഇലുമിനേഷൻ അല്ലെങ്കിൽ ദീപാലങ്കാര പ്രഭയിലൊക്കെ ആയിരിക്കും തിരുവനന്തപുരം നഗരം ഉണ്ടാവുക. അത്തരത്തിൽ ഏറെക്കുറെ തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെ ആളുകൾ വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് പാളയം പ്രദേശത്തേക്ക് വരികയും ചെയ്യും. വലിയ രീതിയിൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഒരു 8 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങും. എന്തായാലും വിശ്വാസികൾ വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക്, പ്രത്യേകിച്ച് പാളയത്തേക്ക് 1 മണിയോടുകൂടി തന്നെ ഇവിടെ വലിയ ആഘോഷങ്ങളുമൊക്കെയായി വലിയ രീതിയിൽ തന്നെ ആളുകൾ തടിച്ചുകൂടും.